ഇന്ന് പുണ്യ റജബിലെ ആദ്യത്തെ ദിവസമാണല്ലേ. ഞാൻ നിങ്ങൾക്ക് അതിവിശിഷ്ടമായ വളരെ ചെറിയൊരു തസ്ബീഹ് പഠിപ്പിച്ചു തരട്ടെ. മനസ്സറിഞ്ഞ് ചൊല്ലിയാലേ സമ്പന്നത നിങ്ങളെ തേടി വരും. നിങ്ങൾക്ക് ഇനി ഒരു പ്രയാസങ്ങളും ഇല്ലാത്തവണ്ണം അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കും. ഏതാണ് ആ തസ്ബീഹ് എന്ന് പഠിക്കണ്ടേ? മറ്റു പല പ്രത്യേകതകളും മറ്റു പല വിഷയങ്ങളും നമുക്ക് പറയാനുണ്ട്. 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. 1000 ഈ റജബിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ 11,000 സമ്മാനം നൽകുന്നത്. ഉത്തരം കമൻറ്റ് ചെയ്യുക, മുഴുവൻ കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ പരിശുദ്ധമായ റജബ് അല്ലാഹു തആല നമുക്ക് തന്നൂല്ലേ. റജബിലെ ആദ്യത്തെ ദിവസം, സുബ്ഹാനല്ലാഹ്, ആദ്യത്തെ പകൽ നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന ഒരു 3 തവണ പറഞ്ഞ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. سبحان الله. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റജബിലും ശഅബാനിലും ബറക്കത്ത് ചെയ്യട്ടെ. പടച്ചോനെ, റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ. ഞങ്ങളെ റൂഹ നീ പിടിക്കല്ലേ തമ്പുരാനെ. ഈ റജബ് കിട്ടിയിട്ടും മാറാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു കൊള്ളാന്നേ. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. വൽ അസ്ർ, കാലം തന്നെ സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യന്മാരൊക്കെ പരാജിതരാട്ടോ. തീർച്ചയായും അല്ലാഹ് സത്യം ചെയ്ത് പറയണം. അല്ലാഹ് സത്യം ചെയ്ത് പറയണ എന്താ? മനുഷ്യനൊക്കെ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. എങ്ങനെയുള്ള മനുഷ്യൻ? ഈ കാലത്തെ, സമയത്തെ വേണ്ടതുപോലെ പരിഗണിക്കാത്ത മനുഷ്യൻ, അവൻ തോറ്റു. എത്ര റജബ് കഴിഞ്ഞു പോയി. റജബ് ഷഹറുല്ലയാണ് നമ്മൾ പഠിച്ചത്. ഈ ഷഹറുല്ലയിൽ അള്ളാനെ കിട്ടി എത്ര പേരുണ്ട്? കുറേ കർമ്മങ്ങൾ നമ്മളിങ്ങനെ കാട്ടിക്കൂട്ടും. പക്ഷെ അതുകൊണ്ട് എന്ത് കാര്യം? അള്ളാനെ കിട്ടിയോ? നമ്മുടെ കൽബിലേക്ക് റബ്ബിനെ കിട്ടിയോ? അങ്ങനെ കിട്ടിയൊരു റജബ് നമുക്കുണ്ടോ? അങ്ങനെ കിട്ടിയൊരു റജബുണ്ടോ? മാറണം. ഇല്ലെങ്കിൽ ഏത് സെക്കൻഡിലാണ് അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ റൂഹ പിടിക്കാൻ നമുക്കറിയില്ല. ആ ഘട്ടത്തിൽ പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. ആ ഘട്ടത്തിൽ നമ്മൾ നിലവിളിക്കും, ഒരു കാര്യമില്ല. ഒരു സെക്കൻഡ് പോലും തിരിച്ചു കിട്ടൂല എന്ന് പടച്ച റബ്ബ് ഖുർആനിലൂടെ പഠിപ്പിച്ചതാണ്. അപ്പോൾ നമ്മൾ മാറണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, തെറ്റുകൾ ഇങ്ങനെ വ്യാപിക്കുന്ന കാലം, എന്തിനേറെ ശരി തെറ്റായി മാറുന്ന കാലം, തെറ്റ് ശരിയായി മാറുന്ന കാലം. ഞാൻ നിങ്ങളോട് പണ്ടൊരിക്കൽ പറഞ്ഞില്ലേ, ഒരു കല്യാണത്തിന് പോയി, നല്ല മാന്യമായ കല്യാണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബുർദ മനോഹരമായി ചൊല്ലുന്ന, ഹറാമുകളൊന്നും കാണാത്ത, സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഇടകലരാത്ത മനോഹരമായൊരു കല്യാണം. അപ്പോഴാണൊരു വെല്ലുപ്പ, ആ മൂപ്പര് തലയെക്കെട്ടൊക്കെ ഇങ്ങനെ വെറുതെ വാരി വലിച്ചൊക്കെ കെട്ടിയിട്ടുണ്ട്. മൂപ്പര് അവിടെ നിന്ന് പറയുന്നൊരു കാര്യമുണ്ട്, ഇതെന്താ പുള്ളേ, എന്ത് കല്യാണമാണിത്? ഇതിപ്പോൾ മരിച്ച വീട് പോലെ ആയല്ല, ഒരു ഡാൻസും പാട്ടൊന്നും ഇല്ലാണ്ട് എന്തുട്ട് കല്യാണമാണിത്? അപ്പോൾ തെറ്റുകൾ ശരിയാകുന്നൊരു കാലഘട്ടം വരുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ ഇല്ലേ? എല്ലാ തെറ്റുകളെയും ശരിയാക്കുന്ന ഒരു കാലഘട്ടത്തിലും നമ്മൾ നേരെയായില്ലെങ്കിൽ റജബ് നമുക്ക് ഉപകരിക്കില്ല, ശഅബാൻ കിട്ടൂല, റമളാനിൽ ഈമാനുള്ള ജീവനുള്ള ഒരു നോമ്പ് പിടിക്കാൻ നമുക്ക് കഴിയൂല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഈ റജബിൽ നമ്മളൊന്ന് മാറണം. കഴിയുന്നത് പോലെ ഇടയ്ക്കിടെ നോമ്പ് പിടിക്കണം, ദിക്റുകൾ ചൊല്ലണം. ദിക്ർ, കൽബിയായ ദിക്ർ, വെറുതെ ഇങ്ങനെ ശുശു എന്ന് പറഞ്ഞാൽ അങ്ങനെ ചൊല്ലിയിട്ട് കാര്യമൊന്നുമില്ല. കൽബിൽ തട്ടിയിട്ട് ദിക്ർ ചൊല്ലണം. അതോടൊപ്പം നിസ്കരിക്കണം, സുന്നത്തായ നിസ്കാരങ്ങൾ അധികരിപ്പിക്കണം. അതുപോലെ സ്വതക്ക ചെയ്യണം. സ്വതക്ക അത് വലിയ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യം. അള്ളാഹു നമ്മൾ മാത്രം അറിയേണ്ട ഒരു കാര്യം അല്ലേ? നാട്ടുകാരൊക്കെ കാണിക്കണം, അങ്ങനെയല്ല. നമ്മളും പടച്ചോനും തമ്മിൽ ഉള്ളൊരു ബന്ധമാണ് ഈ സ്വതക്കയുടെ ബന്ധം. അതായത് നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ ഭിക്ഷയാചിച്ച് വരുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, പടച്ചോനിതാ എൻ്റെ അടുത്തേക്ക് വിരുന്നുകാരെ പറഞ്ഞയച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. അതെന്തേ? പടച്ചോൻ അറിയാൻ വേണ്ടിയിട്ടാണ്. എടാ, നീ എന്നെയാണോ വില വെക്കുന്നത്, അല്ല സമ്പത്തിനെയാണോ? സമ്പത്തിനെയാണെങ്കിൽ പോക്കറ്റിൽ നിന്ന് എടുക്കാൻ ഭയങ്കര മടിയായിരിക്കും. മറിച്ച് അള്ളാനെയാണെങ്കിൽ, ദേ പടച്ചോൻ എൻ്റെ അടുത്തേക്ക് വിരുന്നുകാരെ വിട്ടിട്ടുണ്ട്. എന്തിനാ? എന്നെ വലിയ സ്ഥാനത്തേക്ക് ഉയർത്താൻ. ഞാൻ അവനേക്കാൾ, അള്ളാനേക്കാൾ വലുതാണ് പണമെന്ന് കരുതി എൻ്റെ സ്ഥാനം തകർന്നു. അല്ല, എനിക്ക്
എൻ്റെ സർവസ്വത്തെക്കാളും വലുതെൻ്റെ റബ്ബാണ്. ആ ബോധ്യത്തിൽ നിൽക്കുന്നവന് ആ വന്ന മനുഷ്യൻ്റെ സങ്കടം കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ റിലീഫ് പദ്ധതിയുടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ പലരും അൽഹംദുലില്ലാ ഉസ്താദെ നമുക്ക് ആ 2 കാര്യങ്ങളും ഭംഗിയാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു? ഒന്നൊരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണമുണ്ട്, അതോടൊപ്പം ഒരു പാവപ്പെട്ട ഉസ്താദിൻ്റെ കടബാധ്യതയിലേക്കും. ഈ 2 കാര്യങ്ങൾ റമദാൻ കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹദിയ കൊടുക്കണം. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ റിലീഫ് പദ്ധതിയുടെ നമ്പർ താഴെയുണ്ട്, കഴിയുന്നവരൊക്കെ അതിലേക്ക് ഒരു നല്ല ഹദിയ ചെയ്യുക. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ റജബിൽ നമ്മൾ ചെയ്യുന്ന നന്മയുടെ പ്രതിഫലം എന്താണെന്ന് അറിയോ? അള്ളാഹ് തരുന്ന എന്താ? ഒന്നിന് ചിലപ്പോൾ 1000 ഇരട്ടി പ്രതിഫലമാണ് അത്രേ. ഇമാമിങ്ങൾ പറയുന്നുണ്ട്, ഒരു രൂപ സ്വതക്ക കൊടുത്താൽ നിങ്ങൾക്ക് അള്ളാഹു 1000 രൂപയുടെ ഫലം തരും. അതിനർത്ഥം 1 രൂപ തന്നെ കൊടുക്കണമെന്നല്ല കേട്ടോ. നമ്മളെ കൊണ്ട് കഴിയുന്നത് നല്ല ഹദിയകൾ നമ്മൾ കൊടുത്താൽ, നല്ല സ്വതക്ക കൊടുത്താൽ റബ്ബുൽ ആലമീൻ നമുക്ക് സർവ്വസ്വവും തരും. അങ്ങനെ നിസ്കരിച്ചാൽ, നോമ്പ് പിടിച്ചാൽ, നന്മകൾ ചെയ്താൽ അള്ളാഹു ഇരട്ടിയാക്കി പ്രതിഫലം തരുന്ന ഏറെ മനോഹരമായ മാസമാണ് റജബ് മാസം എന്ന് പറയുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ റജബിൻ്റെ പരിശുദ്ധിയെ തിരിച്ചറിയാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ റജബിലെ മഗ്രിബിന് ശേഷവും റജബിലെ സുബ്ഹയ്ക്ക് ശേഷവും പ്രത്യേകം ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. 70 തവണയാണ് ചൊല്ലേണ്ടത്. എത്ര തവണയാണ്? തസ്ബീഹിലേക്ക് ഞാൻ വരാട്ടോ, ആദ്യം ദിക്ർ പഠിക്കാം. റജബിലെ മഗ്രിബിന് ശേഷവും റജബിലെ സുബ്ഹിക്ക് ശേഷവും 70 പ്രാവശ്യം. കഴിയുമെങ്കിൽ ഏതെങ്കിലും ഒരു നേരമെങ്കിലും ചൊല്ലുക. എന്താണ് ആ ദിക്ർ? അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. അത് കേൾക്കുമ്പോൾ ചെറിയ ദിക്റാണെങ്കിലും അത് വമ്പ മഹത്വമുള്ള ദിക്റാണ്. ഇന്ന് രാത്രിയിലെ മജ്ലിസിൽ നമുക്ക് ചൊല്ലണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർലി, പടച്ചോനെ നീ എനിക്ക് പൊറുത്തു തരണേ അല്ലാ. വർഹംനി, നീ എന്നോട് കരുണ ചെയ്യണേ അല്ലാ. വതുബ് അലയ്യ, എൻ്റെ പശ്ചാത്താപം സ്വീകരിക്കണേ അല്ല. അപ്പോൾ പശ്ചാത്തപിക്കുന്നൊരു മനസ്സ്, തെറ്റ് ചെയ്തു പോയി പടച്ചോനെ നീ പുറത്തു തരണേ എന്നുള്ള മനസ്സറിഞ്ഞിട്ടുള്ള ഒരു ദുആ ഉണ്ടല്ലോ, അതാണ് വേണ്ടത് 70 തവണ. അല്ലാതെ വെറുതെ അല്ലാഹുമ്മ റബ്ബ് അങ്ങനെ അങ്ങോട്ട് ദ്വാരന്നിട്ട് കാര്യമില്ല. കൽബിൽ തട്ടണം. എൻ്റെ റബ്ബ് പുറത്തു തരും എന്നുള്ള ബോധ്യത്തിൽ ചൊല്ലണം. ഇസ്തിഗ്ഫാറിൻ്റെ ഒരുപാട് മനോഹരമായ ഫലങ്ങൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ? ടെൻഷൻ മാറാൻ, പ്രയാസങ്ങൾ നീങ്ങാൻ, എല്ലാത്തിനും നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും മാറാൻ ഇസ്തിഗ്ഫാർ വളരെ വളരെ ഉത്തമമാണ്. ഒന്ന് പറഞ്ഞ്, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. ഇതിങ്ങനെ ചൊല്ലാം. ഇനി ഒരു ദിക്ർ, ഒരു തസ്ബീഹ് ഞാൻ പഠിപ്പിച്ചു തരാം. തസ്ബീഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തലാണ്. സുബ്ഹാനല്ലാഹി തംലഉൽ മീസാൻ ഇല്ലേ? ആ തസ്ബീഹ് ത്രാസിനെ നിറയ്ക്കും. നാളെ പരലോകത്ത് ആ തുലാസ് ഇങ്ങനെ ഭയവിഹ്വലരായി നമ്മൾ നിൽക്കുമ്പോൾ ആ തുലാസിൽ നന്മയുടെ തട്ടിങ്ങനെ തൂങ്ങി നിൽക്കും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. അപ്പോൾ ഈ റജബിലെ എല്ലാ ദിവസവും നമുക്ക് ചൊല്ലാൻ പറ്റിയ ചെറിയൊരു തസ്ബീഹ് ഉണ്ട്. സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം. റജബിലെ ആദ്യ 10 ഇത് വളരെ മനോഹരമായിട്ട് ചൊല്ലണം കേട്ടോ. സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം. അല്ലാഹു എത്ര പരിശുദ്ധൻ, ഹയ്യും ഖയ്യൂമുമായ അല്ലാഹ്. അവിടെ ഇസ്മുൽ അഅ്ലമാണെന്ന് പറയപ്പെടുന്ന മനോഹരമായ അസ്മാഉൽ ഹുസ്നയിലെ നാമങ്ങളും അവിടെയുണ്ട്, ഹയ്യും ഖയ്യൂമും. ആ ബോധ്യത്തിൽ തന്നെ ചൊല്ലണം. അപ്പോൾ ഈ സുബ്ഹാന എന്ന് പറയുമ്പോൾ തന്നെ അള്ളാഹു പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് എന്താ? എനിക്കൊരു പരിശുദ്ധിയില്ല, പരിശുദ്ധൻ അള്ളാഹു റബ്ബുൽ ആലമീൻ മാത്രമാണെന്നുള്ള ബോധ്യത്തിൽ ചൊല്ലണം. അങ്ങനെ ചൊല്ലിയാൽ നിങ്ങളെ സമ്പന്നത തേടി വരും. നിങ്ങളുടെ മനസ്സിന് സമ്പന്നത ഉണ്ടാവും, സമാധാനം കിട്ടും. നിങ്ങൾക്കിനി കരയേണ്ടി വരൂല. പടച്ചോ നിങ്ങളുടെ കണ്ണീരൊപ്പം. കാരണം നിങ്ങൾ അള്ളാൻ്റെ അടിമയാണെന്നുള്ള തിരിച്ചറിവിലാണ് സുബ്ഹാന, പടച്ചോനെ എനിക്കൊരു പരിശുദ്ധിയില്ല അല്ലാ, എല്ലാ പരിശുദ്ധിയും നിനക്കാണ് റബ്ബേ എന്നുള്ള ബോധ്യത്തിൽ സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം എന്ന് നിങ്ങൾ ചൊല്ലിയിട്ടുള്ളത്. ആ ബോധ്യത്തിൽ തന്നെ ചൊല്ലണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ റജബ് മാസം റമളാനിലേക്ക് ഒരുങ്ങാനുള്ള മാസമാണ്. റജബിന് ഒരുപാട് പേരുകളുണ്ട് അല്ലേ? ഷഹ്റുൽ ഹറാം, ഏറെ പരിശുദ്ധമായ മാസം എന്നാണ്. അള്ളാഹു യുദ്ധം നിഷിദ്ധമാക്കിയ മാസമാണ്. മറ്റൊരു പ്രത്യേകത ഷഹ്റുൽ അഫാഫ, വിട്ടുവീഴ്ചയുടെ മാസമാണെന്നാണ്. അതായത് കുടുംബത്തിൽ പിണങ്ങി നിൽക്കുന്നവർ, അയൽപക്കത്തുള്ളവർ, നമ്മുടെ ബന്ധങ്ങളിൽ പിണങ്ങി നിൽക്കുന്നവർ, അവരോടൊക്കെ അങ്ങ് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നിസ്കരിക്കുമ്പോഴേ അതിന് ഫലം ഉണ്ടാവുള്ളൂ. നമ്മൾ അള്ളാഹിനോട് പടച്ചോനെ പൊറുക്കണേ അസ്തഗ്ഫിറുല്ലാ നമ്മളോട് ഒന്നൊരാൾ പൊറുക്കണം എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ നീ എന്നോട് അങ്ങനെ ചെയ്ത് എനിക്ക് മറക്കാൻ പറ്റൂല, അത്ര നീ എന്നെ ദ്രോഹിച്ചിട്ടുണ്ട്. ഇന്ന് അള്ളാഹിനോട് നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്താൽ ആകാശത്തിൻ്റെയും ഉടമയായ അള്ളാഹ് നമ്മളോട് കരുണ ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ മൂന്നാമത്തേത്
ഷഹ്റുൽ ഇറാസ്, വിത്തെറിയേണ്ട മാസമാണ്. വിത്തെറിയണം. വിത്തെറിഞ്ഞ് ശഅബാനിൽ ഇങ്ങനെ ഒഴുതൊക്കെ മറിച്ച് റമദാനിൽ വിളവെടുപ്പ് നടത്തണം. അപ്പോൾ വിത്തെറിയേണ്ട നിമിഷമാണ്. നന്മകൾ ഇങ്ങനെ ധാരാളം ചെയ്യാം. മനസ്സിലായോ? റമദാൻ വരട്ടെ എന്നിട്ട് സ്വതക്കയൊക്കെ ചെയ്യുക, റമദാൻ വരട്ടെ എന്നിട്ട് നോമ്പ് പിടിക്കുക, ഒരു ഗുണം ഉണ്ടാവില്ല. ഇവിടെ നിന്ന് പരിശീലിച്ചിട്ട് റമദാനിൽ പിടിക്കണം. അപ്പോഴാണ് അതിൻ്റെ ആസ്വാദനം ഉണ്ടാവുള്ളൂ. നാലാമത്തേത് ഷഹ്റു തദ്ഈഫ്, ഇരട്ടിക്കിരട്ടിയായി പ്രതിഫലം കിട്ടുന്നൊരു മാസം, അള്ളാഹ് ബഹുമാനിച്ച മാസമാണ്. അതുകൊണ്ട് തന്നെ ഇരട്ടിക്കിരട്ടിയായി അള്ളാഹു പ്രതിഫലം തരും. മറ്റൊന്ന് ഷഹ്റുൽ ഇജാബ, പ്രാർത്ഥനക്കുത്തരം കിട്ടുന്ന മാസം. അതുകൊണ്ട് തന്നെ നിരന്തരം പ്രാർത്ഥന. മക്കൾ നന്നാകണം, കുടുംബത്തിൽ ഭർത്താവ് നന്നാകണം, അതിനൊക്കെയുള്ള ദുആ ഖുർആനിലില്ലേ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഹബ് ലനാ, നീ ആക്കിത്തരണമേ, മിൻ അസ്വാജിനാ വദുർരിയാതിനാ, എൻ്റെ കെട്ടിയോനെയും മക്കളെയും, അല്ല എൻ്റെ കെട്ടിയോളെയും മക്കളെയും, രണ്ടുപേരും പറയുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറും. ഖുർറത അഅ്യുൻ, കൺകുളിർമയുള്ളവരാക്കണം. അവർ നിമിത്തം എനിക്ക് കരയേണ്ടി വരരുത്, കണ്ണിന് സന്തോഷം. മാത്രമല്ല വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളെ ഈ മുത്തഖീങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നവരാക്കണം. ഞങ്ങളെന്ന് പറഞ്ഞാൽ വാപ്പാനും ഉമ്മാനെയും. അപ്പോൾ വാപ്പായും ഉമ്മായും അള്ളാഹ്ക്ക് വഴിപ്പെട്ടാൽ മക്കൾ നിങ്ങൾക്ക് വഴിപ്പെടും. എങ്ങനെ? വാപ്പയും ഉമ്മയും അള്ളാഹ്ക്ക് വഴിപ്പെടണം, എന്നിട്ട് നിങ്ങൾ ദ്വാരക്കണം, അപ്പോൾ മക്കൾ നിങ്ങൾക്ക് വഴിപ്പെടും. നിങ്ങൾ അള്ളാഹ്ക്ക് വഴിപ്പെടാതെ എത്ര കരഞ്ഞാലും ആ മക്കൾ വഴിപ്പെടണമെന്നില്ല. അപ്പോൾ ഈ ആയത്ത് നമ്മളത് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു പ്രാർത്ഥന, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദുനിയാവിലെ മുഴുവൻ നന്മയും ആഖിറത്തിലെ മുഴുവൻ നന്മയും നരകത്തിൽ നിന്നുള്ള കാവലും അള്ളാഹു തരാൻ ഈ ദുആ എല്ലാം അതിലുണ്ട്. മനസ്സറിഞ്ഞ് ചോദിക്കാം. അപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ ഏറെ ഇഷ്ടമുള്ള മാസമായതുകൊണ്ട് തന്നെ സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം, നിരന്തരം ധാരാളം ഈ തസ്ബീഹ് ഇപ്പം തന്നെ ധാരാളം ചൊല്ലുക, മനസ്സറിന് ചൊല്ലുക. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. വൈകുന്നേരം 6:45 മജ്ലിസ് നഷ്ടപ്പെടുത്തരുത്. നഷ്ടപ്പെടുത്തിയാൽ നമ്മുടെ ജീവിതത്തിലെ വലിയ നഷ്ടം തന്നെ ആയിരിക്കും അത്. ഓരോ രാത്രിയും ഓരോ പകലും റജബിലേതിന് പ്രത്യേകതയുണ്ട്, നഷ്ടപ്പെടുത്തി കളയാതെ പങ്കെടുക്കുക. ഒരുപാട് ആളുകൾ ഹദിയ ചെയ്തിട്ടുണ്ട്. അവരുടെ വേദനകൾ എന്താണെങ്കിലും അള്ളാഹു അതൊക്കെ അകറ്റിക്കൊടുത്ത് സമാധാനമുള്ള ജീവിതം ആസ്വദിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മൾ ആദ്യം ഉണർത്തിയതുപോലെ പലരും പറഞ്ഞു, ഉസ്താദെ 1000-10,000 ആക്കാവോ എന്ന് 1-2 കമൻസ് കണ്ടു. അപ്പോൾ നമുക്ക് 11,000 ആക്കാം. റജബിലെ മുഴുവൻ ചോദ്യങ്ങൾ തീർന്ന് റജബ് 30-ൻ്റെ അന്ന് അല്ലെങ്കിൽ 29-ൻ്റെ അന്ന് നമ്മൾ വിജയിയെ പ്രഖ്യാപിക്കും. ഈ മാസം നമ്മൾ കമൻറ്റ് ചെയ്തവരിൽ നിന്നൊരാളെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് 11,000 രൂപ സമ്മാനമായിട്ട് നൽകും. അള്ളാഹു അർഹരിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപക പ്രസിഡന്റ് ആരാണെന്നാണ്. പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അത് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളാണ്. അവിടുത്തെ സിയാറത്ത് ചെയ്യാനൊക്കെ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇനി സിമ്പിളായൊരു ചോദ്യം, ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർ റഹീമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, സ്വബാഹുൽ ഖൈർ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഓരോരുത്തരുടെയും പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാ. ഓരോരുത്തരുടെയും കുടുംബത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. മുറാദുകളെ ഹാസുലാക്കണേ അല്ലാ. അസുഖബാധിതർക്ക് ശിഫ നൽകണേ അല്ലാ. എന്തെല്ലാം ദുആ വസിയ്യത്തുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടോ, മനസ്സിലുണ്ടോ, അതൊക്കെ നീ ഹാസുലാക്കണേ അല്ലാ. മക്കളെ നന്നാക്കണേ അല്ലാ. എല്ലാവിധ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. കരുണക്കടലായ തമ്പുരാനെ, ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം തരണേ അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ ഭവനം കൊടുക്കണേ അല്ലാ. സന്താനങ്ങളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ലാ. പ്രവാസികൾക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാ.
യാ റബ്ബന ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ, കുടുംബാദികൾ, ഉസ്താദുമാർ, ഈ സ്വബാഹുൽ ഖൈർ കുടുംബത്തിൽപ്പെട്ടവർ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.